നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സാർ, സത്യം പറഞ്ഞ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തന്നെ TV തുറക്കാൻ വയ്യ. അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് നമുക്ക് TV കാണാൻ പറ്റാത്ത അവസ്ഥ. ഈ മെഗാ സീരിയലാണോ അല്ലെങ്കിൽ മറ്റേ പടം എന്തെങ്കിലും ആണോ നമ്മുടെ ചാനലിൽ കൂടെ ഓടുന്നതെന്ന പേടി. അതെ, ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ കൺഫ്യൂഷനിലാണ് ആരുടെ ഭാഗത്ത് നിൽക്കണം? സാധാരണഗതിയിൽ ഇരയോടൊപ്പമാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. ഇവിടെ ആരാണ് ഇര എന്നാണ് മനസ്സിലാകാത്തത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ യുവതിയാണോ രാഹുലാണോ അല്ലെങ്കിൽ യുവതിയെ വിവാഹം കഴിച്ച ഈ ഭർത്താവാണോ ഇരയായി മാറുന്നത് എന്നൊക്കെ ഒരു ഭയങ്കര സംശയം വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിലായി വരുന്ന പുതിയ അപ്ഡേഷനിൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ നീക്കാം. കഴിഞ്ഞ ദിവസം ഹർജിക്കാരൻ കൂടിയ രാഹുൽ കോടതിയോട് പറയുന്നുണ്ട് ലൈംഗിക ബന്ധമുണ്ടായി പക്ഷെ കുട്ടി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് കാര്യങ്ങൾ കാണാം? നമുക്കിതിനെ വളരെ പച്ചയായി സമീപിക്കാം. കാരണം ഇതിന്റെ യാഥാർത്ഥ്യം വളരെ സത്യസന്ധമായി വിലയിരുത്താൻ ആരെങ്കിലും തുറന്ന് പറയണമല്ലോ. അതെ അതെ. കാരണം ഇതില് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും തെറ്റുകാരനാണ്. യുവതി ഇരയാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും ഇരവാദം അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ യുവതിയും തെറ്റുകാരിയാണ്. ഇവിടെ നമുക്ക് മുന്നിൽ കാണാവുന്ന ഒരേ ഒരു ഇര എന്ന് പറയുന്നത് യുവതിയുടെ ഭർത്താവാണ്. പക്ഷെ ഭർത്താവ് ഒരു കൊടും പീഡകനാണ് എന്ന് യുവതി പറയുമ്പോൾ ഈ ഭർത്താവും ഇരയാണോ പീഡകനാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇരയാര് പീഡകനാര്, അതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. പക്ഷെ ഇതില് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു സംശയം നമുക്ക് ആദ്യമേ പറഞ്ഞ് ഈ ചർച്ച ഒന്ന് തുടങ്ങാം. വിവാഹിതയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായി അറിയാം. വിവാഹ ജീവിതത്തിൽ താളപ്പിഴകളുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായി അറിയാം. മറ്റൊന്ന്, ഈ യുവതി വിവാഹം കഴിച്ച യുവാവിനെ നാളുകളായി പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് ഈ യുവാവിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. യുവാവിന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് ഈ യുവാവുമായി ഈ യുവതി വലിയ പ്രണയത്തിലായിരുന്നുവെന്ന്. അപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു യുവാവ്, ഇതുവരെ ആരും പറയാത്ത മറ്റൊരു തലം കൂടിയുണ്ട്. ഓഗസ്റ്റ് 24-നായിരുന്നു ഇരുവരുടെയും വിവാഹം. 22-ന് അമ്പലത്തിൽ വെച്ച് ഹൈന്ദവ ആചാരപ്രകാരം അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. ഇനിയിപ്പോ സന്ദീപ് വാര്യർ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഗുരുവായൂരിലാണെന്ന് എടുത്തു പറയുന്നു സന്ദീപ്. അതെ, ഇവിടെ ഏറ്റവും വലിയൊരു രണ്ട് അഭിപ്രായം ഉയർന്നു വന്നു. ഒന്ന്, നമ്മൾ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നു വിവാഹിതയായിരുന്ന യുവതിയുമായി താൻ ഒരു സൗഹൃദം സ്ഥാപിച്ചു, അവരുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഭർത്താവ് ഒരു പീഡകനാണ് എന്നീ യുവതി തന്നോട് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം വിശദമായി തന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നു. ആ ജാമ്യ ഹർജി പുറത്തു വരുന്നത് വരെ യുവതിയിൽ നിന്ന് കേൾക്കാത്ത ഒരു ഭാഗം ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി എന്ത് വിശദീകരണം വന്നാലും അതിനെ കൗണ്ടർ ചെയ്യുന്ന ഭാഗം കൃത്യമായി തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളിൽ ആരോ പ്ലാൻ ചെയ്യുന്നു. ഇന്ന് എന്താണ് വന്നിരിക്കുന്നത്? ഇന്ന് വന്നിരിക്കുന്നത് ഭർത്താവുമൊത്തുള്ള തൻ്റെ ദാമ്പത്യ ജീവിതം വെറും 4 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം അദ്ദേഹവുമായി പിരിഞ്ഞു എന്നാണ് യുവതി പറയുന്നത്. യുവതിയെ ഇപ്പോൾ നമ്മൾ നിഷേധിക്കേണ്ട, പക്ഷേ യുവതിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നത് ഏകദേശം ഏപ്രിൽ മാസം വരെ വിട്ട് സ്ഥിരമായിട്ടല്ല, രണ്ടുപേരും രണ്ട് ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടായിരുന്നു. പ്രശ്നം എന്ത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഈ യുവതിയുടെ ഭർത്താവ് അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നു. താൻ യുവതിക്കൊപ്പം താമസം തുടങ്ങുമ്പോൾ യുവതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, വല്ലാതെ പരുഷമായി തന്നോട് പെരുമാറുന്നു. എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. താൻ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും യുവതിയുടെ അടുക്കിലേക്ക് വരും. ഇതേ എപ്പിസോഡ് ആവർത്തിക്കുന്നു. ഇതാണ് ഭർത്താവിന്റെ വെർഷൻ. മറുവശത്ത് യുവതി പറയുന്നത് ഇയാൾ വല്ലാത്തൊരു പ്രകൃതക്കാരനാണ്, എനിക്ക് അയാൾക്കൊപ്പം ജീവിതം ദുസ്സഹമായിരുന്നു എന്ന്. ഒന്ന്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ യുവതി പറയുന്നു ഓഗസ്റ്റ് 22-നാണ് ഇവരുടെ വിവാഹം. 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി താൻ ബന്ധം സ്ഥാപിച്ചത്. അതും യുവതി അങ്ങോട്ട് ഒരു ഫേസ്ബുക്ക് വഴി യുവതി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിച്ചതാണ്. ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസമാണ് ബന്ധം തുടങ്ങുന്നത്. മാർച്ച് 4-ാം തീയതിയാണ് ഇരുവരും തമ്മിലുള്ള ആദ്യ ലൈംഗിക ബന്ധം. അപ്പോൾ ഒരു സാധാരണ സൗഹൃദം ഒറ്റ മാസത്തിനുള്ളിൽ ലൈംഗിക ബന്ധത്തിൽ എത്തുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. കാരണം സാധാരണ അതിന്റെ ഒരു പ്രണയത്തിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ തെറ്റിക്കുന്നതാണ്. ആദ്യം സുഹൃത്താവുന്നു, പ്രണയിനിയാവുന്നു, അതിനുശേഷം ഓക്കെ. അതെ അതെ അതെ. പക്ഷെ അവിടെ വലിയ പാകപ്പിഴകളുണ്ട്. ഇവിടെയാണ് ചില സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നത്. എന്നാണ്
ഇരുവരും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ഇതൊക്കെ കോടതിയിൽ വരുന്ന കാര്യമായിരിക്കാം. കാരണം ഇക്കാര്യങ്ങളിൽ ഇതുവരെ പരസ്യ സംവാദത്തിനോ പരസ്യമായ വിമർശനങ്ങൾക്കോ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു വ്യക്തമായ സംശയം നിലനിൽക്കുന്നു. ഫെബ്രുവരിയിൽ തുടങ്ങിയ സൗഹൃദമാണെങ്കിൽ മാർച്ച് 4 ഇരുവരും തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രഹേളികയാണ്. എന്ന് മാത്രമല്ല, മാർച്ച് ആദ്യവാരം ഒരു വാട്സാപ്പ് ചാറ്റിന്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. മാർച്ച് ആദ്യവാരം ഇരുവരും തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഭാഗമാണ്. മാർച്ച് ആദ്യവാരം നമുക്ക് തുടർച്ചയായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം, പിൽസ് മുഖ്യമെന്ന് പറയുന്ന യുവതി. പിന്നീടാണ് മാർച്ച് 4 ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് മാർച്ച് 24 അല്ലേ? അതിനുശേഷം ഏപ്രിൽ 22 ഇരുവരും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഈ യുവതി ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയാണ് രാഹുൽ ബന്ധപ്പെട്ടതെന്നാണ് ഇപ്പോൾ യുവതി പറയുന്നത്. അപ്പോൾ ഒരു ഗർഭിണിയെ വീണ്ടും പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ വാദം. പിന്നീട് മെയ് 4 പാലക്കാട്ട് വെച്ച്, പാലക്കാട്ട് രാഹുൽ അങ്ങോട്ട് താമസിക്കുമ്പോൾ അവിടെ യുവതി ചെന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ പച്ചയായി നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അതിബുദ്ധി ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഭർത്താവുമായി ചില പ്രശ്നങ്ങളൊക്കെയുള്ള യുവതിയാണ്. എന്തായാലും വിവാഹബന്ധം ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. നിയമപ്രകാരം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഹൈന്ദവാചാരപ്രകാരം വിവാഹം കഴിച്ചവരാണ്. ഇവിടെ പല ദമ്പതികളും ഹൈന്ദവാചാരപ്രകാരം അല്ലെങ്കിൽ ക്രിസ്ത്യൻ നിയമപ്രകാരം വിവാഹം കഴിച്ചാലും ഒഫീഷ്യലി പോയി രജിസ്റ്റർ ചെയ്യാൻ വളരെ താമസിക്കും. വല്ല വിദേശത്തൊക്കെ പോകാൻ ഒഫീഷ്യൽ റെക്കോർഡ് വേണ്ട സമയത്താണ് പലരും പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ വലിയ സ്വാഭാവികത നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല വിവാഹം അതിഗംഭീരമായിട്ടാണ് നടത്തിയത്. ഒരുപാട് പേര്, സന്ദീപ് വാര്യരൊക്കെ അതിൽ പങ്കെടുത്തു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും ആളുകളും ഒക്കെ പങ്കെടുത്തു. മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യം നമുക്ക് അനുമാനിക്കാം. വിവാഹിതയായ യുവതി ഭർത്താവുമായി ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വിവാഹബന്ധം തുടരുന്നു എന്ന് മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടം ഒരു കുഞ്ഞിനു വേണ്ടി നിർബന്ധം പിടിക്കുന്നു. ആ കുഞ്ഞ് തൽക്കാലം ഭർത്താവിന്റെ തലയിലിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായി അറിയാം. അങ്ങനെ ഭർത്താവിൻ്റെ തലയിലിരിക്കും എന്ന് കരുതി ഇരുവരും തമ്മിൽ ബന്ധം തുടർന്നു. കുഞ്ഞായി കഴിഞ്ഞതോടെ ഒരു യുവതിയുടെ ഒരു മനോനില, അതിൻ്റെ അകത്ത് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കതിനെ കാണാതെ, അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുക വയ്യ. പക്ഷെ ഇവിടെ നിയമപ്രകാരം എത്രമാത്രം അവരെ നമുക്ക് സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് എന്നൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. അവരുടെ മനോനിലയിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഭർത്താവുമായി തുലനം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വലിയ രാഷ്ട്രീയ നേതാവാണ്, MLA ആണ്, ഭാവി മന്ത്രിയാണ്, വലിയ ഫ്യൂച്ചറൊക്കെ ഉണ്ട്. ഇവിടെ ഭർത്താവ് ആണെങ്കിൽ അടിപിടി പ്രശ്നങ്ങൾ, മാനസികമായി പൊരുത്തപ്പെടുന്നില്ല. ഈ ഘട്ടത്തിൽ യുവതി നേരെ രാഹുലിലേക്ക് വളരെ അറ്റാച്ച്ഡ് ആവാൻ ശ്രമിച്ചിരിക്കാം. രാഹുലിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കാം. ഒരു വിവാഹ ജീവിതത്തിലേക്ക് താൻ കടന്നു വരുന്നു എന്ന് രാഹുലിനെ ഭയപ്പെടുത്തിയിരിക്കാം. അതിന്റെ ഭാഗമായിരിക്കാം ആ പാലക്കാട് സന്ദർശനം. പാലക്കാട്ടേക്ക് പോയി വളരെ ശക്തമായ ഒരു എപ്പിസോഡ് അവിടെ നടന്നിരിക്കാം. ഇതിനെ തുടർന്ന് ഏതു വിധേനയും ഈ കുട്ടിയെ, ഈ ഗർഭത്തെ നശിപ്പിക്കണമെന്ന് രാഹുൽ തീരുമാനമെടുക്കുന്നു. കാരണം ആ ഗർഭത്തിലുള്ള ആ കുഞ്ഞ് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല, 1 മാസമായതേ ഉള്ളൂ, ഒരു ഭ്രൂണം. അത് ഭാവിയിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുമെന്ന് രാഹുലിന് കൃത്യമായി മനസ്സിലായി. ഇതിനെ തുടർന്ന് രാഹുൽ നിർബന്ധിച്ചിട്ടുണ്ടാവാം, ഇപ്പം ഈ കുട്ടിയെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, വേണമെങ്കിൽ ഭാവിയിൽ ആലോചിക്കാമല്ലോ, ഇപ്പം തൽക്കാലം കള എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തിൻ്റെ കയ്യിൽ ഗുളിക കൊടുത്തു വിടുന്നു. യുവതി അത് മേടിച്ച് കഴിച്ചു. ഗർഭത്തിൻ്റെ കഥ അവിടെ തീരുന്നു. പക്ഷെ ഗർഭത്തിൻ്റെ കഥ അവിടെ തീർന്നു എന്ന് വച്ച് യുവതി പിന്മാറുന്നില്ല. യുവതിക്ക് രാഹുലിനെ വേണം. അപ്പോൾ താൻ കബളിപ്പിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നൊക്കെ യുവതി വിശദീകരിക്കുമ്പോൾ അതിൽ ആ യുവതിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ യുവതിയുടെ ഭാഗത്ത് ന്യായീകരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. ഇതാണ് ഈ എപ്പിസോഡിന്റെ പച്ച പരമാർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ എല്ലാം കൈവിട്ട കളിയായി. ഒരിക്കൽ കാര്യങ്ങൾ കൈവിട്ടാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്താ? കൃത്യമായി പറയുന്നത് ഈ യുവതി തന്റെ ഒരു വിരുദ്ധ ചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുവെന്നാണ്. അപ്പോൾ മറ്റ് താല്പര്യക്കാർ, പൊളിറ്റിക്കൽ ഇന്റൻഷൻ ഉള്ളവർ ഒക്കെ ഇതിലേക്ക് വരാം. ഇതിനിടയിൽ സംഭവിച്ചത് എന്താണ്? അപ്പോൾ പാലക്കാട് എപ്പിസോഡ് പൊളിഞ്ഞു, ഗർഭഛിദ്രം നടന്നു, യുവതി ഇതോടെ തകർന്നു. കാരണം ഉള്ള ഗർഭം കൂടി പോയതോടെ രാഹുലുമായിട്ടുള്ള ആ കണ്ണി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ.
അപ്പോൾ പിന്നെ യുവതി തൻ്റെ ഏറ്റവും അടുത്ത 2 പത്രപ്രവർത്തക സുഹൃത്തുക്കളോട്, പെൺകുട്ടികൾ, ഒരു യുവതിയാണ്, അവർ നമുക്കറിയാം സമൂഹത്തിൽ അവർ നിറഞ്ഞിരിപ്പുണ്ട്, പക്ഷെ പേര് പറയുന്നില്ല, അവരോട് തൻ്റെ കഥനകഥയൊക്കെ തുറന്നു പറഞ്ഞു. താൻ രാഹുലുമായിട്ട് വളരെ അടുത്തിരുന്നു, രാഹുൽ വിവാഹം കഴിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തുറന്നു പറഞ്ഞു. മറുവശത്ത് താൻ ഭർത്താവുമായിട്ട് പിരിഞ്ഞു, ഇനി ഭർത്താവിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല, താൻ വല്ലാത്തൊരു ആത്മസംഘർഷത്തിലാണ്, ഘട്ടത്തിലാണ്, എൻ്റെ ജീവിതമെല്ലാം തകർന്നു. ഇതാണ് ആ കൂട്ടുകാരിയോടുള്ള യുവതിയുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ കൂട്ടുകാരിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി രാഹുൽ അയച്ച മെസ്സേജും കുറച്ച് ശബ്ദരേഖയും ഒക്കെ കൂട്ടുകാരിക്ക് അവർ അയച്ചു കൊടുത്തു. പക്ഷെ അവരത് മനോഹരമായി കളിച്ചു ആ സംഭവത്തിൽ. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കലിപ്പുള്ള, വളരെ പകയുള്ള ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. അയാളെ ഒരു SDPI ബന്ധം ആരോപിച്ചുകൊണ്ട് വല്ലാത്തൊരു ഘട്ടത്തിൽ ഇതേ രാഹുൽ മാങ്കൂട്ടം എത്തിച്ചിരുന്നു. കേരളത്തിലെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞ ആ യുവതിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആ വനിതാ ജേർണലിസ്റ്റ് ഈ വിവരങ്ങൾ ഈ പത്രപ്രവർത്തകനെ അറിയിക്കുന്നു. നിങ്ങൾ കരുതുന്ന രാഹുൽ, അല്ലെങ്കിൽ നിങ്ങൾ ശത്രുവായി കരുതുന്ന രാഹുൽ ഒരു അതിഭയങ്കര സ്ത്രീ പീഡകനാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി പിന്നീട് ഗർഭചിത്രം നടത്തി. അപ്പോൾ ഇത് വല്ലാത്തൊരു വാർത്തയാണ്. ഇതിനെ തെളിയിക്കാൻ വേണ്ടി ഈ വനിതാ ജേർണലിസ്റ്റ് ഇത്തരം ചില ശബ്ദരേഖകളും സംഭവങ്ങളും ഈ പുരുഷ ജേർണലിസ്റ്റിന് അയച്ചു കൊടുക്കുന്നു. അയാൾ അതിനെ മനോഹരമായി പല ഇടങ്ങളിൽ പ്ലാൻ ചെയ്യുന്നു. ഇതായിരുന്നു എപ്പിസോഡിൻ്റെ തുടക്കം. ആ ഘട്ടം യഥാർത്ഥത്തിൽ യുവതിയുടെ കൈവിട്ടു പോയതാണ്. കാരണം ശബ്ദരേഖകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ യുവതി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു വനിതാ സുഹൃത്തിനെ വിശ്വസിച്ച് അയച്ചു കൊടുത്ത ആ സുഹൃത്തിനെ ബോധ്യപ്പെടുത്താനായി കാട്ടിയ ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളുമായിരുന്നു. അവരത് പൂർണ്ണമായി മിസ്യൂസ് ചെയ്തു. ഇപ്പോൾ ചില കേസുകളൊക്കെ ആർക്കെതിരെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്, നമുക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കണ്ട. ഓക്കെ, അപ്പോൾ അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ഈ സംഭവം കാട്ടുതീ പോലെ പടർന്നു. ഈ രാഹുലിനെ മോഹിക്കുന്നവർ, രാഹുലിനെ പ്രണയിക്കുന്നവർ പല കോണുകളിലുമുണ്ട്. അവരിലേക്കൊക്കെ ഈ സംഭവം അങ്ങ് എത്തി. ഇവനാള് ഭീകരനാണ്, ഇവനൊരു പെണ്ണിനെ ഗർഭിണിയാക്കി, അതിനുശേഷം ഗർഭചിത്രം നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഈ രാഹുലിൻ്റെ കയ്യിലും ഇത്തിരി ഈ ഞരമ്പൻ രോഗമുണ്ട്. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി യുവതികൾ പലവിധ സംശയങ്ങളിൽ നിൽക്കുന്നവരാണ്. അവരിലേക്കൊക്കെ പെട്ടെന്ന് ഈ മെസ്സേജ് എത്തി. അവരെല്ലാം കൂടി നേരെ കോൺഗ്രസ് നേതാക്കളെയെല്ലാം ഒന്നൊന്നായി കാണാൻ തുടങ്ങി. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പോലും ഒത്തിരി ഭൈമികാമോഹന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി ചെന്ന് കഴിഞ്ഞിട്ട് അന്നത്തെ KPCC അധ്യക്ഷനോട്, സതീശനോടൊക്കെ പറഞ്ഞു. സതീശന് വളരെ വേണ്ടപ്പെട്ടവർ ഇത്തരം ദുരന്തങ്ങൾ പറഞ്ഞപ്പോൾ സതീശൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇത് ആദ്യത്തെ എപ്പിസോഡ് ശരിയാണ്, ഒരു ഗർഭചിത്രം നടത്തി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എല്ലാവരെയും ഗർഭിണിയാക്കാൻ പ്രേരിപ്പിക്കുന്നു, എല്ലാവരെയും വളരെ വളരെ നിസ്സാരമായി ഗർഭചിത്രം നടത്തിക്കുന്നു എന്നൊക്കെയുള്ള മെസ്സേജ് പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അങ്ങ് പടർന്നു പിടിച്ചു. അവർ വിശ്വസിച്ചു, പൂർണ്ണമായി അവർ വിശ്വസിച്ചു. ഇതിനിടയിൽ ഗ്രൂപ്പ് പോര്, രാഹുലിനോടുള്ള അസൂയ. കാരണം രാഹുൽ വല്ലാത്തൊരു തലത്തിലാണ് വളർന്നു വന്നത്. കേരളത്തിൽ ഒരു യുവ നേതാവ് ഇത്ര ഫാസ്റ്റ് മോഡിൽ വളർന്നു വന്നിട്ടില്ല. പെട്ടെന്ന് എല്ലാവരും കൂടെ കയറി. ഇതിനിടയിൽ ഒരു MP-യുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട വിവാദം, അത് ഇതിൽ പല കേസുകളും രാഹുലിലേക്ക് അടുത്തതാണ്. ഈ ആളുകൾ, ഈ പെൺകുട്ടികൾ, യുവതികൾ. കാരണം രാഹുൽ ഒരു തികഞ്ഞ ഒരു ക്രോണിക് ബാച്ചിലറായിട്ട് നിൽക്കുകയാണ്. കാരണം രാഹുലിനെ കല്യാണം കഴിക്കാനുള്ള മോഹമൊക്കെ വരാം. പക്ഷെ ഇത്തരം കേസുകളിലൊക്കെ രാഹുലിന് വലിയ വീഴ്ചകളും സംഭവിച്ചു. ഇതോടെ ഈ ഞരമ്പൻ അസുഖം ഭയങ്കര പ്രശ്നമായി. ഇതിനിടയിൽ വലിയ ഇഷ്യൂ ആയി. ഇതൊന്നും പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഈ യുവതി ഇത്തിരി നിശബ്ദയായിരിക്കുകയാണ്. യുവതിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് ഏതെങ്കിലും തലത്തിൽ രാഹുലിനൊന്ന് കല്യാണം കഴിക്കണം. പക്ഷെ രാഹുലിനെ സംബന്ധിച്ച് ഈ യുവതിയെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങൾ ഇതിനിടയിൽ പലരും രാഹുലിനോട് ചെന്ന് പറഞ്ഞു. ആ വിവാഹബന്ധം പൊളിഞ്ഞു. മറ്റേ യുവതിയെക്കുറിച്ച് നമുക്കൊരു ഇപ്പോൾ ഇരയായി കരുതുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് ഒരു ദോഷവും പറയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അത്തരം കഥകളിലേക്കൊന്നും കിടക്കണം. എന്തായാലും എന്ത് വന്നാലും ഞാൻ ആ യുവതിയെ കല്യാണം കഴിക്കില്ല എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുക്കൽ രാഹുൽ അങ്ങ് പ്രഖ്യാപിച്ചു. ഇത് യുവതിക്ക് ഇരട്ടി കലിപ്പായി. ഇതിനിടയിൽ ഈ വ്രണപ്പെട്ടു നിൽക്കുന്ന യുവതി ഇന്ന വ്യക്തിയാണ് എന്ന് രാഹുലുമായി അടുപ്പമുള്ള മറ്റു ചില യുവതികളുടെ അടുക്കൽ കൃത്യമായി മെസ്സേജ് ഇടനിലക്കാരെത്തിച്ചു. അപ്പോൾ ഇവരൊക്കെ പരസ്പരം ബന്ധപ്പെട്ടു. അപ്പോഴും യുവതി പൂർണ്ണമായി രാഹുലിനെ തള്ളി പറയുന്നില്ല. ഒരു നേരിയ പ്രതീക്ഷയുണ്ട് തന്നെ വിവാഹം കഴിക്കും എന്ന്. രാഹുലിന് മേൽ അതിശക്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു.
ഒടുവിൽ അപ്രതീക്ഷിതമായി ഈ രാഹുലിനെതിരെയുള്ള വാർത്ത പുറത്തു വരുന്നു, ശബ്ദരേഖകൾ പുറത്തു വരുന്നു, ചാറ്റുകൾ പുറത്തു വരുന്നു. ആദ്യഘട്ടത്തിൽ യുവതി ഭയങ്കര പ്രകോപിതയായിരുന്നു. പക്ഷെ അന്നേരം ഈ പറയുന്ന വനിതാ സുഹൃത്ത് യുവതിയോട് പറഞ്ഞു, ഇവിടെ നീ കട്ടയ്ക്ക് നിന്നാലേ അവനെ നിനക്ക് കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊപ്പം എന്ന് പറഞ്ഞതുപോലെ അവൾ അങ്ങ് കട്ടയ്ക്ക് നിന്നു. പക്ഷെ കട്ടയ്ക്ക് നിൽക്കുന്നതിനൊപ്പം രാഹുൽ വളരെ ഏതായാലും നാറാനുള്ളത് നാറി, ഇനി മുഴുവൻ പുറത്തു വരട്ടെ എന്നുള്ള ഒരു നിലപാടിൽ രാഹുൽ മാങ്കൂട്ടം എത്തി. തന്റെ രാഷ്ട്രീയ കരിയർ തീർന്നാലും ഇനി ഒരു കോംപ്രമൈസിനില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഇയാൾ പറഞ്ഞു. തമ്മ അടുത്തു, ഒന്നുകിൽ ആത്മഹത്യ ഇല്ലെങ്കിൽ പോരാട്ടം എന്നുള്ള ഘട്ടത്തിലെത്തി. പക്ഷെ അവിടെയും ഈ യുവതിക്കെതിരെ ഇയാൾ ഒന്നും പറഞ്ഞില്ല. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, വിവാഹിതയായ ഒരു യുവതിയുമായൊരു ബന്ധം, ആ വിവാഹിതയെ ഗർഭിണിയാക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റബോധം, ഗർഭചിത്രത്തിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ രാഹുലിന്റെ മനസ്സിലുണ്ട്. ഇതെല്ലാം നാട്ടുകാർ അറിയുകയും ചെയ്തു, എല്ലാവരും അറിയുകയും ചെയ്യും. അപ്പോൾ രാഹുൽ അവിടെ വളരെ തന്ത്രപൂർവ്വമാണ് നിന്നത്, തന്ത്രപൂർവ്വം നിൽക്കുകയും പക്ഷെ അതിൽ നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ ഒരു മാന്യത കാട്ടുകയും ചെയ്തു. ആ യുവതിയെ ആക്രമിച്ചില്ല. മറുവശത്ത് ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും മറ്റ് യുവതികളൊന്നും രംഗത്തെത്തിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് അടക്കേണ്ട ഊഹാപോഹങ്ങളല്ല വാർത്ത. അപ്പോൾ ഊഹാപോഹങ്ങളുടെ പേരിൽ രാഹുലിനെ നമുക്കിപ്പോൾ ആക്രമിക്കേണ്ടതില്ല. കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ 15 പെൺകുട്ടികളെയും നിരവധി ആൺകുട്ടികളെയും ഒക്കെ പീഡിപ്പിച്ച ഒരു ലൈംഗിക കാമഭ്രാന്തൻ എന്നുള്ള തലത്തിലൊന്നും ഇപ്പോൾ രാഹുലിനെ വിലയിരുത്തേണ്ട. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഒരു കാര്യം വ്യക്തതയോടെ പറയാം, ഇവിടെ രണ്ടു കൂട്ടരും തുല്യമായി തെറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടു കൂട്ടർക്കും ഈ സൗഹൃദത്തിൽ, ഈ പ്രണയത്തിൽ, ഈ ലൈംഗിക ബന്ധത്തിൽ പങ്കാളിത്തം രണ്ടു കൂട്ടർക്കും തുല്യമാണ്. ഒരാൾ രാഹുലിനെ ആഗ്രഹിച്ചു എന്നത് ശരിയാവാം, രാഹുൽ ബ്രേക്കപ്പിന് ശേഷം ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചത് ശരിയായിരിക്കാം. ഇതിനൊക്കെ ഒരുപാട് അർത്ഥസത്യങ്ങളുണ്ട്. രാഹുലിൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു നിരപരാധിയായ പെൺകുട്ടിയെ ഇരയാക്കി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന കുറ്റം ഒരു കാരണവശാലും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേൽ നിലനിൽക്കില്ല. കാരണം സത്യം ഇതാണ്. സത്യവും അസത്യവും അല്ലെങ്കിൽ സത്യവും പരാതിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇത്തരം തുറന്നു പറച്ചിലുകളല്ല പലരും നടത്തുന്നത്. രാഹുൽ ഈശ്വർ ഒരു സൈഡിൽ കട്ടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആക്രോശം ഉയർത്തുന്നു, മറുവശത്ത് ഇരയാക്കപ്പെട്ട യുവതിക്കൊപ്പം അവൾക്കൊപ്പം എന്ന പേരിൽ വലിയ ആക്രോശങ്ങൾ ഉയർത്തുന്നു. അപ്പം രണ്ട് തലത്തിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു വിഷയമല്ല. ഇവിടെ ഒട്ടനവധി ആളുകൾ, ഇന്നലെ നമ്മൾ ഒരുപാട് ഫേസ്ബുക്ക് കുറിപ്പുകൾ കണ്ടു. നിങ്ങൾ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ഒരു വിവാഹിതയായ സ്ത്രീക്ക് നൽകുന്ന പാഠം ഇതാണോ? ആരെ വേണമെങ്കിലും ഒരു വിവാഹിതയായി നിൽക്കുമ്പോൾ, ഒരു വിവാഹബന്ധം വേർപെടുത്താതെ നിൽക്കുമ്പോൾ ആരുമായും ബന്ധപ്പെടാം, എന്നിട്ട് അവിടെയൊക്കെ ഒരു ഇരവാദം ഉന്നയിക്കാം, അവിടെയൊക്കെ ബലാത്സംഗ കഥകൾ കൊണ്ടുവരാം. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യവും അർത്ഥവത്താണ്. ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉച്ചത്തിൽ ചോദിക്കേണ്ടതുണ്ട്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദ്യ എപ്പിസോഡ് ഈ യുവതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളുണ്ടായി, കെട്ടടങ്ങി എന്ന് രാഹുൽ ധരിച്ചു. യുവതി ഒട്ടൊന്ന് പതറി, ഇനി യുവതി തലപൊക്കില്ല എന്നൊരാത്മവിശ്വാസം ഈ രാഹുലിൽ വന്നു. അതുകൊണ്ടാണ് പാലക്കാട്ട് പോയി ഒരു ഷോ നടത്തിയത് രാഹുൽ. വീടുകൾ കയറുന്നു, ഇതെല്ലാം ഫേസ്ബുക്കിലേക്ക് ഇടുന്നു, മാധ്യമപ്രവർത്തകർക്ക് തൻ്റെ വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു. താൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ പെൺകുട്ടികൾ, യുവതികൾ താരാരാധനയോടെ ഇടിച്ചുകൂടുന്നു. ഇതിനിടയിൽ ഈ അനുശ്രീ എന്ന സിനിമാ നടിയെ അവതരിപ്പിക്കുന്നു, അനുശ്രീയുടെ തോളിൽ കൈയിടുന്നു, അനുശ്രീക്കൊപ്പം ക്യാറ്റ് വാക്ക് നടത്തുന്നു. ഇതെല്ലാം കണ്ട് ഈ യുവതി വീണ്ടും കാലിളകി നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ വനിതാ സുഹൃത്തിൻ്റെ ഇരുന്ന് അവസാന ആയുധം കൂടി അങ്ങ് പുറത്തേക്ക് വിട്ടത്. അതായത് ഗർഭിണിയാകണമെന്ന് നിർബന്ധിക്കുന്നത്. അത് യുവതിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. കാരണം അത്തരമൊരു വാട്സാപ്പ് ചാറ്റ്, അത്തരമൊരു മെസ്സേജ് പുറത്തേക്ക് പോകുമെന്ന് ഈ യുവതി ഒരിക്കലും കരുതിയില്ല. തന്നെ തന്നെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്ന ഭാഗം, ഗർഭിണിയാകാൻ നിർബന്ധിക്കുക മാത്രമല്ല പിന്നീട് ഗർഭചിത്രം, അവിടെയാണ് യുവതിക്ക് വലിയ പിഴവ് സംഭവിച്ചത്. ഈ രണ്ടാമത്തെ ശബ്ദരേഖയും ചാറ്റുകളും പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ദീപ ജോസഫ്, രാഹുൽ ഈശ്വർ തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ നിരത്തിലിറങ്ങി ആ യുവതിയെ കടിച്ചു കീറാൻ തുടങ്ങി. അപ്പോൾ ഇത് രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശത്രുപക്ഷത്തുള്ളവർക്ക് വലിയൊരു ആയുധമായി. പെട്ടെന്ന് അവർ യുവതിയെ പ്രകോപിപ്പിച്ചു. ചിലരൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് CPM LDF പണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ അന്ന് കോടികൾ ഒരു ഇരവാദത്തിന് വേണ്ടി കൊടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ. സമാനമായ ചില ആരോപണങ്ങളും ഇപ്പോൾ മുഖമില്ലാത്തവർ ഫേസ്ബുക്കിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട, അതൊന്നും നമുക്കറിയില്ല. ഏതായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ അങ്ങ് മുതലെടുത്തു.
യുവതിയെ കളത്തിലിറക്കി. കാരണം ദീപ ജോസഫ് വെല്ലുവിളിക്കുക ചെയ്ത് ആ കുട്ടി ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇതോടെ ഇനിയും അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ഇനി എല്ലാവരും കൂടി കാർക്കിച്ചു തുപ്പും എന്നൊക്കെ പറഞ്ഞ് യുവതിയെ ഇളക്കി. ഏതായാലും രാഹുൽ വിട്ടു. എന്നാ പിന്നെ അവസാന പണി നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി കൊടുത്തു, കാര്യങ്ങൾ കൈവിട്ടു. ഇതാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുത. ഈ വസ്തുതയിൽ നമുക്ക് യുവതി പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു മാനസികത വെച്ച് നോക്കുമ്പോൾ അവർ ഇരവാദം ഉന്നയിക്കുന്നതിൽ അവരുടെ ഭാഗത്ത് ചില ന്യായമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമൊന്നുമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി CPM-ഉം സർക്കാരും ആക്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി എതിർക്കാനുള്ള അവകാശം രാഹുലിനുണ്ട്. സദാചാരപരമായി അല്ലെങ്കിൽ ധാർമ്മികമായി എത്രമാത്രം ഈ വിഷയത്തിൽ ആർജവത്തോടെ രാഹുലിന് നിൽക്കാൻ കഴിയും എന്നതിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ ഇയാൾ ഒരക്ഷരം മിണ്ടാതിരുന്നത്. വ്യക്തിപരമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുമ്പോഴും രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കുന്നതും രാഷ്ട്രീയമായി ഇതിനെ നേരിടുന്നതും പ്രതിരോധിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങളെ പ്രതിരോധങ്ങളെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. മറുവശത്ത് കോൺഗ്രസിൻ്റെ നിസ്സംഗത. അപ്പോൾ കോൺഗ്രസിൻ്റെ നിസ്സംഗത ഒരുപക്ഷെ ഇപ്പോൾ അവർക്ക് ഗുണകരമായി എന്ന് പറയാം. ആദ്യം തന്നെ രാഹുലിനെ പുറത്താക്കിയതുകൊണ്ട് ഇപ്പോൾ വലിയ പരിക്ക് കോൺഗ്രസിലേക്ക് വരുന്നില്ല. പക്ഷെ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുലിനോടുള്ള പക ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കറിയില്ല ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏതെങ്കിലും ആളുകളുമായി ബന്ധപ്പെട്ടവരെ ഈ രാഹുൽ ഏതെങ്കിലും തലത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണ് അവരുടെ യഥാർത്ഥ പകയ്ക്ക് പിന്നിൽ എന്ന് ഒരുപക്ഷെ കാലം തെളിയിക്കും. ഇല്ലെങ്കിൽ കാലത്തിന്റെ ഒരു വിസ്മൃതിയിലാണ്ടുപോകും. ഇയാൾക്ക് ഇപ്പോൾ കിട്ടേണ്ട ശിക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ രാഷ്ട്രീയമായി രാഹുലിനെ അങ്ങ് എന്നേക്കുമായി തീർത്ത് കളയണോ എന്ന് ചോദിച്ചാൽ തെറ്റുപറ്റാത്തവരായി ആരുമില്ല. അതാണ് വീക്ഷണം പത്രത്തിന്റെ ടൈറ്റിൽ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പണ്ടൊക്കെ ഈ മൊബൈലും ഇത്ര വലിയ ഡിജിറ്റൽ തെളിവുകളൊന്നും ഇല്ലാത്ത കാലത്തെ കോൺഗ്രസ് നേതാക്കളുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ഒക്കെ കഥകൾ ഇപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ ഈ പഴയകാല നേതാക്കൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ പഴയകാല ചെയ്തികളുമായി നോക്കുമ്പോൾ രാഹുലൊക്കെ വെറും ശിശുവാണ് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും രാഹുൽ ഇപ്പോൾ ഒരു പ്രതീകം തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പൊ പുറത്തിറങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് കൊടുത്തത് അദ്ദേഹത്തെ ഓർമ്മയുള്ളൂ. തലമറന്ന് എണ്ണ തേക്കരുതെന്നാണ് പറയുന്നത്. അല്ല, അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് ഈ അവസരം നല്ലതാണ്. അപ്പൊ ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് അതൊക്കെ കേസിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ മാധ്യമങ്ങൾ ഇതിനെ ഒറ്റ തിരിഞ്ഞൊരു രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിക്കുന്നു. അത് തികച്ചും തെറ്റാണ്. രാഹുൽ എന്ന മഹാഭീകരന്റെ അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു കാമഭ്രാന്തന്റെ പെൺകുട്ടികളെ കണ്ടാൽ ഓടിച്ചിട്ട് പിടിച്ച് ബലാത്സംഗം ചെയ്യുന്ന ഒരു ബലാത്സംഗ വീരനായി ഒക്കെ ചിത്രീകരിക്കപ്പെടേണ്ടതുണ്ടോ? അയാളുടെ ധാർമ്മികതയെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ മറുവശത്ത് പിന്നെ നിയമപരമായി ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ കുറിപ്പ് വായിച്ചു. ഞാനത് മൊബൈലിൽ വായിച്ചുകൊണ്ട് വരുമായിരുന്നു. അവർ വളരെ കൃത്യതയോടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുമായി മറ്റൊരു യുവാവ് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ കാതലായ ഒരു ചോദ്യം ഉയരുന്നത് ആ ഗർഭം ആരുടേത്, ആ ഭ്രൂണം ആരുടേത്? അപ്പോൾ അത് ഭർത്താവിൻ്റെ ആണോ ഈ കാമുകനായ യുവാവിൻ്റേതാണോ? അപ്പോൾ ഭർത്താവുമായി തനിക്ക് ആ കാലഘട്ടത്തിൽ ബന്ധമൊന്നുമില്ലായിരുന്നു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം യുവതിയിൽ വന്നു ചേരും. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഭർത്താവുമായി ബന്ധമുണ്ടായിരുന്നു എങ്കിൽ അവിടെ സംശയത്തിൻ്റെ ഒരു വലിയ കണികയുണ്ട്. കാരണം ഇനിയൊരു DNA ടെസ്റ്റ് ഒന്നും നടക്കത്തില്ല. യുവതി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഭർത്താവുമായി ബന്ധം തുടരുന്ന ഘട്ടത്തിൽ വൈദ്യപരിശോധനയിലും വലിയ തെളിവുകളൊന്നും ലഭിക്കത്തില്ല. അപ്പോൾ ഇതിൽ ഗർഭഛിദ്രം നടന്നു എങ്കിൽ പോലും ആരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന ചോദ്യം അവിടെ നിലനിൽക്കും. അവിടെ യുവതി പറയുന്ന 4 ദിവസത്തെ ഒരുമിച്ചുള്ള ജീവിതവും അതിനുശേഷം പിരിഞ്ഞുള്ള ജീവിതവും സത്യമാണെങ്കിൽ രാഹുലിൻ്റേത് തന്നെയാവും, സംശയം വേണ്ട. അവിടെ രാഹുലിന് ഇനി മറ്റു ചോദ്യങ്ങൾ ഉയർത്തണമെങ്കിൽ കോടതിക്ക് മുൻപാകെ ഉയർത്താം. പക്ഷെ വിവാഹ ജീവിതം ഔദ്യോഗികമായി വേർപെടുത്തിയിട്ടില്ല. അപ്പോൾ ആ യുവതിയുടെ ഭാഗത്ത് ആ നിയമപരമായി വലിയ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 1. 2, ഗർഭഛിദ്രം നിർബന്ധപൂർവ്വം നടത്തി എന്നാണ് യുവതി പറയുന്നത്. പക്ഷേ രാഹുൽ തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഗുളിക കൊടുത്തു വിട്ടു. ഗുളിക കയ്യിൽ കിട്ടിയ മാത്രയിൽ ഈ യുവതി കഴിച്ചു. മൊബൈൽ ഫോണിലൂടെ വീഡിയോ കോളിലൂടെ ഒരാളെ എങ്ങനെ ഭീഷണിപ്പെടുത്താൻ കഴിയും? ഭീഷണിയാണ് കണ്ടാൽ അന്നേരം മൊബൈൽ ഓഫ് ചെയ്ത് താഴേക്ക് വെച്ചാൽ പോരെ? ഒരു നമുക്കറിയാം, നമുക്ക് ഈ യുവതിയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തത്തില്ല. പക്ഷേ ഒരു തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നൊക്കെ ഈ യുവതി പറയുമ്പോൾ
ഈ ദൃശ്യങ്ങളുമായി ബന്ധമുള്ള ആളാണ് യുവതിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യാനിടയുണ്ടെന്ന്, നഗ്ന ദൃശ്യങ്ങൾ പകർത്താൻ നേരം പറ്റത്തില്ല എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കാനുള്ള അവകാശം യുവതിക്കുണ്ട്. ഇനി ഒളി ക്യാമറ ദൃശ്യമാണെന്ന് ചിലപ്പോൾ അതിനൊരു വാദം വന്നേക്കാം. അല്ല, അതൊക്കെ എന്തും പറയാം. മറുവശത്ത് ഈ ഗർഭഛിദ്രം നിർബന്ധപൂർവ്വം നടത്തിയെന്ന് ഒരു കാരണവശാലും നിയമപരമായി തെളിയിക്കുക വയ്യ. പിന്നെ ഗർഭിണിയാകാൻ ആവശ്യപ്പെടുന്ന ആ വോയിസ് ചാറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ്, ആ ടെസ്റ്റിലും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടെ പിൽസ് മുഖ്യം എന്ന് എഴുതുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഒരു സ്ത്രീക്കറിയാം ഗർഭിണിയാകും, പിന്നെ റിസ്ക് ഒക്കെ ഉണ്ടോ എന്ന്. നമ്മുടെ നേരത്തെ സീമാജി നായർ അല്ല, നമ്മുടെ ദീപ ജോസഫ് എഴുതിയിരുന്നു ഈ ഓവുലേഷൻ പീരീഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി അതൊക്കെ പോട്ടെ, എങ്കിൽ പോലും ഒരു റിസ്ക് എടുക്കുന്നൊരു ഘട്ടം. അപ്പോൾ അതും അത്ര കണ്ട് നിയമപരമായി നിലനിൽക്കില്ല. പക്ഷെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് കട്ടുകടുത്ത വകുപ്പുകളാണ്. ക്രൂരമായ ബലാത്സംഗം, ദേഹോപദ്രവം, ഭീഷണിപ്പെടുത്തൽ, ഗർഭിണിയായിരിക്കെ വീണ്ടും ബലാത്സംഗം, അത് ഭയങ്കര ക്രൂരകൃത്യമാണ്. ഇപ്പം ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഒരു റിമാൻഡ് രാഹുലിനെ തൽക്കാലത്തേക്കൊന്ന് ജയിലറക്കുള്ളിൽ അടയ്ക്കാൻ കഴിയും. അതുമാത്രമേ ഉള്ളൂ അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. ആത്യന്തികമായി ഇനി ഇതിൽ കൂടുതലൊന്നും രാഹുലിന് സംഭവിക്കാനില്ല. ഇനി ഒരു ജയിൽവാസം ഉണ്ടാകാതെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി വരാനുള്ളതെല്ലാം വന്നു, അറിയാനുള്ളതെല്ലാം നാട്ടുകാരറിഞ്ഞു. ഇനി ഇത് ഉള്ള സത്യം തുറന്നു പറഞ്ഞ് കോടതി മുറിക്കുള്ളിൽ തുറന്നു പറഞ്ഞാൽ മതി, നാട്ടുകാർ മൊത്തം അറിയും. കാരണം ഇവിടെ ഒരു അതിജീവിത എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ട യുവതി നൽകുന്ന ഓരോ മൊഴിയുടെ വർണ്ണനയും അപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അപ്പോൾ കിട്ടുകയാണ്, FIR അപ്പോൾ കിട്ടുകയാണ്. അതാണ് അതിന് കൗണ്ടറായിട്ട് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ അപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പേരുകൾ അടക്കം അത് പ്രമുഖ അഭിഭാഷകരൊക്കെ പങ്കുവെക്കുകയാണ് ആ FIR കോപ്പി. അപ്പൊ എല്ലാം ജനങ്ങളിലേക്ക് എത്തി, എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആത്യന്തികമായി ഈ കേസ് നിയമപരമായി നിലനിൽക്കില്ല. പക്ഷെ രാഷ്ട്രീയപരമായി രാഹുലിനൊരു കണ്ടകശനി തന്നെയാണ്. ഇതൊരു വല്ലാത്ത പരീക്ഷണ ഘട്ടമാണ്. ഇത് അതിജീവിച്ച് എത്രമാത്രം രാഹുൽ മുന്നോട്ട് വരും എന്ന ചോദ്യം നിൽക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മുന്നിൽ മറ്റ് ചില കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ഗണേശനൊക്കെ എതിരെ എന്തെല്ലാം കഥകൾ ഇവിടെ പ്രചരിച്ചു. ഏതോ ഒരു ഇര ഗണേശന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഒരു അവഹിതത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ഗണേശൻ ഇപ്പോൾ ഇവിടെ മന്ത്രിയല്ലേ. അങ്ങനെ എത്ര ആളുകൾ. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ അസ്തമിച്ചു എന്നും നമുക്ക് പറയേണ്ടതില്ല. കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ഇത്തരം ആളുകളെ കൂടുതൽ കഴിവുള്ളവരാക്കി കണ്ട് ഗണേശനെ പോലെ വളർത്തുകയാണ് പതിവ്. എന്തായാലും കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. എന്തായാലും സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റും അതുപോലെ ടേൺസും ഒക്കെ നടക്കുന്നത്. ക്ലൈമാക്സ് എന്താകും നമുക്ക് കാത്തിരുന്ന് കാണാം. പച്ചയ്ക്ക് ഇതേപോലെ കോടതി മുറിയിൽ അഡ്വക്കേറ്റ് ചോദിക്കുമ്പോഴും കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആരാകും ഇതിന് അവസാനത്തെ ഇര എന്നും കണ്ടെത്താം. എന്തായാലും പച്ചയ്ക്ക് പറയാൻ സാറെങ്കിലും ഉണ്ടായിരുന്നല്ലോ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, നമുക്കറിയില്ല നമ്മുടെ സംശയങ്ങൾ. യുവതി പറയുന്ന ഭാഗം കോടതി വിലയിരുത്തട്ടെ. ഞാൻ ഈ ജാമ്യാപേക്ഷ വെച്ചാ പറഞ്ഞത്. വിവാഹിതയാണെന്നും വിവാഹ ജീവിതത്തിൽ തുടരുന്നുവെന്നും ഭർത്താവാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്നും രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ പറയുന്ന ആ പോയിന്റ് വെച്ചാണ് ഞാൻ ഇത്തരമൊരു അനുമാനം പറഞ്ഞത്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അനുമാനം എന്തായിരിക്കും, ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.